എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പഞ്ചായത്ത് തലത്തിൽ വന്നിരിക്കുന്ന ചില പുതിയ ജോലി അവസരങ്ങളെ കുറിച്ചാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രാധാന്യമുള്ള അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓരോ പോസ്റ്റും വിശദമായിട്ട് പരിശോധിക്കാം. യോഗ്യതകൾ എന്തൊക്കെയാണ്, ശമ്പളം എത്രയാണ്, അപേക്ഷിക്കുന്ന തീയതി എങ്ങനെ അപേക്ഷിക്കാം എന്നത് ഘട്ടം ഘട്ടമായിട്ട് പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധയോടെ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കാം. പഞ്ചായത്ത് തലത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും അവസരങ്ങൾ കുറവായിരിക്കും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റ് വളരെ മികച്ചൊരു അവസരമാണ്. ഇത് പ്രധാനമായും കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ജോലിയാണ്. ചിലത് 1 വർഷത്തേക്കും ചിലത് പ്രോജക്റ്റ് അടിസ്ഥാനത്തിലാണ്. ഇതൊരു തുടക്കമായി ഉപയോഗിച്ച് പിന്നീട് സ്ഥിര ജോലിയിലേക്ക് പോകാനും കഴിയും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ തസ്തിക വിശദമായിട്ട് നോക്കാം. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. യോഗ്യത വരുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആയിരിക്കണം. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് നിർബന്ധമാണ്. ഇനി ജോലി സ്ഥലം ഇടുക്കി ജില്ലയിലാണ് ജോലി സ്ഥലം വരുന്നത്. ഒഴിവുകൾ 1 വാക്കൻസി മാത്രമാണുള്ളത്. ഇനി ശമ്പളം നോക്കാം. ശമ്പളം ഏകദേശം 24,000 രൂപയാണ് മാസശമ്പളമായിട്ട് ലഭിക്കുന്നത്. ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് 2026 ഏപ്രിൽ 26 തീയതിയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായി വളരെ നല്ല അവസരമാണിത്. പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ്, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ മേൽനോട്ടം വഹിക്കേണ്ട ജോലിയായിരിക്കും. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കണം. ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. റിസ്യൂം, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് കടക്കാം. പോസ്റ്റിന്റെ പേര് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. യോഗ്യത വരുന്നത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു തസ്തികയിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ 15 ഒഴിവുകളാണ്. ജില്ലാ പ്രകാരമുള്ള ഒഴിവുകളാണ്. കോഴിക്കോടിന് 1, ഇടുക്കിക്ക് 4 ഒഴിവുകളും, പാലക്കാട് 2 ഒഴിവുകൾ, കണ്ണൂർ 3 ഒഴിവുകൾ, കാസർഗോഡ് 2 ഒഴിവുകൾ, വയനാട് 3 ഒഴിവുകൾ. ഇങ്ങനെ 15 വാക്കൻസികളാണ് ആകെ മൊത്തം വന്നിട്ടുള്ളത്. ഇനി ശമ്പള സ്കെയിൽ നോക്കാം. 10,000 രൂപയാണ് മാസശമ്പളമായിട്ട് ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പറയുന്നത് 2026 ഏപ്രിൽ 26 തീയതിയാണ്. ഈ പോസ്റ്റ് മുൻപത്തേതിനേക്കാൾ കൂടുതൽ ഒഴിവുകൾ ഉള്ളതാണ്. എന്നാൽ ശമ്പളം കുറവാണ്. പക്ഷെ എക്സ്പീരിയൻസ് നേടാൻ മികച്ച അവസരമാണ്. ഗവൺമെന്റ് പ്രോജക്ട് എക്സ്പോഷർ ലഭിക്കും. ഇനി അപേക്ഷ നടപടികൾ നോക്കാം. വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. ഡിസ്ട്രിക്ട് പ്രിഫറൻസ് നൽകണം. ഡോക്യുമെന്റ്സ് അപ്ലോഡ് നിർബന്ധമാണ്. ഇപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കാം. സ്ഥാപനത്തിന്റെ പേര് KLDC ആണ്. യോഗ്യത വരുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒഴിവുകൾ 11 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജോലി സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. ഇത് ലഭിക്കുന്ന ശമ്പളം 12,000 രൂപയാണ്. കാലാവധി 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് 2026 ഏപ്രിൽ 26 തീയതിയാണ്. കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മികച്ച അവസരമാണ്. സോഫ്റ്റ്വെയർ, ഡാറ്റ മാനേജ്മെന്റ്, സിസ്റ്റം ഹാൻഡ്ലിംഗ് പോലുള്ള ജോലികൾ ഉണ്ടായേക്കാം. ഇപ്പോൾ അവസാന പോസ്റ്റ് നോക്കാം. സ്ഥാപനത്തിന്റെ പേര് KMCO ആണ്. യോഗ്യത വരുന്നത് ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഒഴിവുകൾ 3 വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. ജോലി സ്ഥലം വരുന്നത് എറണാകുളമാണ്. കാലാവധി 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് 2026 ഏപ്രിൽ 30 തീയതിയാണ്. മെക്കാനിക്കൽ ഫീൽഡിലുള്ളവർക്ക് നല്ല അവസരമാണ്. ഇൻഡസ്ട്രിയൽ എക്സ്പോഷറും കിട്ടും. മെയിൻ്റനൻസ്, പ്രൊഡക്ഷൻ റിലേറ്റഡ് റോൾസ് ഉണ്ടായേക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റെസ്യൂം അപ്ഡേറ്റ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക, ലാസ്റ്റ് ഡേറ്റ് മിസ് ചെയ്യരുത്, കറക്റ്റ് ഡീറ്റെയിൽസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പോസ്റ്റുകളും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. എക്സ്പീരിയൻസ് നേടാൻ നല്ല അവസരമാണ്. പിന്നീട് വലിയ ജോലികൾക്ക് സഹായിക്കും ഇത്. ഈ അവസരങ്ങൾ സീരിയസ്ലി എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി തേടുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.